ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു കേക്ക് റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. മാംഗോ ബ്രാവോ എന്നാണ് കേക്കിൻ്റെ പേര്. പല ഫ്ലേവേഴ്സിലുള്ള ഫില്ലിങ്സ് ആണ് കേക്കിൻ്റെ പ്രത്യേകത. കുറച്ച് നീണ്ട പ്രോസസ്സാണെങ്കിലും ഇതിൻ്റെ ഔട്ട്കം വന്നിട്ട് ഒരു റിച്ച് ടേസ്റ്റാണ് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഫ്രോസൺ ഡെസേർട്ടൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റുന്നൊരു കേക്കാണ്. അപ്പം നമുക്കിനി വീഡിയോയിലേക്ക് പോയാലോ. നമുക്ക് ആദ്യം കേക്കിൻ്റെ ബേസ് റെഡിയാക്കാം. ഇതിലേക്കായിട്ട് മൈദ, കോൺഫ്ലവർ, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ ഒരു 2 പിഞ്ച് ഇട്ടാൽ മതി. പിന്നെ സോൾട്ട്, ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇതൊന്ന് മിക്സായി കഴിഞ്ഞാൽ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഇൻഗ്രീഡിയൻസ് ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ വീഡിയോയിൽ ഓരോ കണ്ടൻസ് ഓരോ ചാപ്റ്റേഴ്സായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുമുണ്ട്. നിങ്ങൾക്ക് വേണ്ട കണ്ടൻസ് റിപ്പീറ്റ് ചെയ്ത് കാണണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് സെലക്ട് ചെയ്ത് കാണാവുന്നതാണ്. ഇനി ഒരു ബൗളിലേക്ക് മുട്ടയുടെ വെള്ളം മാത്രം എടുത്തിട്ട് മഞ്ഞക്കരു മാറ്റി വയ്ക്കാം. ഈ മുട്ട എടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട മാത്രം എടുക്കാവൂ. മുട്ട മാത്രമല്ല, കേക്കിൻ്റെ ബേസ് റെഡിയാക്കുമ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും റൂം ടെമ്പറേച്ചറിലായിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് പൊടിച്ച പഞ്ചസാര കുറേശ്ശെയായി ചേർത്ത് നല്ല സ്റ്റിഫ് ആവുന്നവരെ ബീറ്റ് ചെയ്തെടുക്കാം. 1 കപ്പ് പഞ്ചസാര പൊടിച്ചതിൽ ഒരു 2 ടേബിൾ സ്പൂൺ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി ഈ ബീറ്ററും ബൗളും മാറ്റി വെച്ചിട്ട് മുട്ടയുടെ മഞ്ഞ ഒന്ന് വിസ്ക് ചെയ്തെടുക്കാം. ഇനി നേരത്തെ മാറ്റി വെച്ച 2 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മാംഗോ എസൻസ് ചേർത്തൊന്ന് ഇളക്കിയിട്ട് ഓയിൽ കുറേശ്ശെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മാംഗോ എസൻസ് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ വാനില എസൻസ് ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് എല്ലാം നന്നായിട്ട് മിക്സ് ആകുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കണം. ഇനി ഇത് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയുടെ വെള്ളയിലേക്ക് ഒഴിച്ച് പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഈ വെറ്റ് ഇൻഗ്രീഡിയൻസ് മിക്സിലേക്ക് അരിച്ചു വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ബാച്ചസ് ആയിട്ട് ചേർത്ത് ഫോൾഡ് ചെയ്തെടുക്കാം. ഇടയ്ക്ക് കുറച്ച് പാൽ കൂടി ഒഴിച്ചു കൊടുക്കാം. എല്ലാം നന്നായിട്ട് മിക്സ് ആവുന്നത് വരെ മാത്രം ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. ഇനി ഈ ബാറ്റർ അധികം നേരിട്ട് ഇളക്കരുത്. ഇനി ഒരു സ്പാറ്റിൽ വെച്ച് ഒരു ലാസ്റ്റ് ടൈം ഫോൾഡിങ് കൂടി ചെയ്തിട്ട് ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പർ ഇട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്ന ബേക്കിംഗ് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 8 ഇഞ്ചിൻ്റെ പാനാണ്. ഞാൻ ഈ പറഞ്ഞ അളവിൽ ഇൻഗ്രീഡിയൻസ് എടുക്കുമ്പോൾ ഒരു 650 ഗ്രാം വെയിറ്റ് വരും കേക്കിൻ്റെ ബേസ് മാത്രം. ഇനി ഇതൊരു സ്ക്യൂർ വെച്ച് ഒന്ന് ഇതുപോലെ വരച്ചു കൊടുത്തിട്ട് 2-3 ടൈംസ് ഈ ടിന്നൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനിത് ബേക്ക് ചെയ്യുന്നത് ഒരു അലുമിനിയം പാത്രത്തിലാണ്. അതിലൊരു തിൻ ലെയർ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റ് ഞാൻ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിരുന്നു. ഒരു മൂടി വെച്ച് അടച്ച് ഇതിന് മുകളിലേക്ക് എന്തെങ്കിലും ഒരു വെയിറ്റ് കയറ്റി വെച്ച് കൊടുക്കാം. ഇതൊരു 50 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. കേക്ക് ബേക്കായോ എന്നറിയാൻ ഇനി ഒരു സ്ക്യൂർ വെച്ച് നമുക്ക് കുത്തി നോക്കാം. സ്ക്യൂർ ക്ലീൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കേക്ക് ബേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ കേക്ക് ചെറുതായി ചൂടാറിയിട്ടുണ്ട്. ഇനി ഇത് ടിന്നിൽ നിന്ന് ഡീമോൾഡ് ചെയ്ത് ബട്ടർ പേപ്പർ ഒക്കെ ഒന്ന് എടുത്തു മാറ്റാം.
അങ്ങനെ നല്ല സോഫ്റ്റായ കേക്ക് ബേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് തണുക്കുന്ന നേരം കൊണ്ട് നമുക്ക് അടുത്ത സ്റ്റെപ്സിലേക്ക് പോകാം. മുട്ടയുടെ വെള്ളയിലേക്ക് 1/4 ടീസ്പൂൺ വിനീഗർ ഒഴിച്ച് ബീറ്റ് ചെയ്ത് തുടങ്ങാം. ഇനി പഞ്ചസാര ചേർത്ത് മീഡിയം ടു ഹൈ സ്പീഡിൽ നല്ല സ്റ്റിഫ് ആവുന്നവരെ ബീറ്റ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ഇനി വാനില എസൻസ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതിവിടെ സ്റ്റിഫായി വന്നിട്ടുണ്ട്. ഇനി കാഷ്നട്ട് കൂടി പൊടിച്ചത് ചേർത്തിട്ട് പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. കാഷ്നട്ട് ഞാൻ ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ചെടുത്തതാണ്. ഇത് ഇനി ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ഫില്ല് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു ബട്ടർ പേപ്പറിൽ കേക്ക് ടിന്നിൻ്റെ ഷേപ്പ് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഷേപ്പിൽ ഇതൊന്ന് പൈപ്പ് ചെയ്തെടുക്കാം. ബാക്കി വരുന്ന ബാറ്റർ സൈഡിൽ ഡ്രോപ്പ് ചെയ്ത് കുക്കീസ് ആക്കി എടുക്കാം. ഇതിനി 160 ഡിഗ്രി ചൂടിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 20 മിനിറ്റ് മുതൽ 25 മിനിറ്റ് വരെ വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ മെറിങ് വാഫിൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ചോക്ലേറ്റ് മൂസ് ഉണ്ടാക്കാനായിട്ട് ഒരു പാനിലേക്ക് ഹെവി ക്രീം ഒഴിച്ച് കുറഞ്ഞ ചൂടിലൊന്ന് ചൂടാക്കിയെടുക്കാം. ഇനി ഇത് ചോക്ലേറ്റ് ചങ്ക്സിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് മെൽറ്റ് ആവാനായിട്ട് 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. വിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്രീം കുറച്ച് ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ചോക്ലേറ്റ് മൂസും റെഡി ആയിട്ടുണ്ട്. ഇതിന് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. മാംഗോ ക്രഷ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ നന്നായി പഴുത്തൊരു മാങ്ങ എടുത്തിട്ടുണ്ട്. തൊലിയെല്ലാം കളഞ്ഞ് കഷ്ണങ്ങളാക്കി എടുത്ത മാങ്ങ മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഇത് ഇനി ഒരു പാനിലേക്ക് ഇട്ട് പഞ്ചസാര കൂടി ചേർത്ത് കുറഞ്ഞ ചൂടിലൊരു 2 മുതൽ 3 മിനിറ്റ് വരെ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഫ്രഷ് മാംഗോ ക്രഷും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് 3 ലെയേഴ്സായി കട്ട് ചെയ്തെടുക്കാം. കേക്ക് അസംബിൾ ചെയ്യാനായിട്ട് ഒരു റൗണ്ട് കേക്ക് ബോർഡിൽ ക്രീം ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. ഇതിന് മുകളിലേക്ക് കുറച്ച് മാംഗോ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒരുപാട് തിക്കും അല്ല ലൂസും അല്ലാത്തൊരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതൊരു ബ്രഷ് വെച്ച് എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു ലെയർ ചോക്ലേറ്റ് മൂസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നെക്സ്റ്റ് ലെയർ വെച്ച് വീണ്ടും മാംഗോ ജ്യൂസ് ഒഴിച്ച് സ്പ്രെഡ് ചെയ്തതിന് ശേഷം വിപ്പിംഗ് ക്രീം ഇട്ട് ലെയർ ചെയ്തെടുക്കാം. മാംഗോ ക്രഷ് ഇട്ട് എല്ലായിടത്തേക്കും ഈവൺ ആയിട്ടൊന്ന് പരത്തി കൊടുക്കാം. ഇതിന് മുകളിൽ ഇനി ക്രഷ് ചെയ്തെടുത്ത കാഷ്യൂസ് ഇട്ട് കൊടുക്കാം. ഇനി മെറിങ് വേഫേഴ്സ് വെച്ച് കൊടുത്തിട്ട് നെക്സ്റ്റ് ലെയർ കേക്ക് വയ്ക്കാം. ഇതിന് മുകളിലേക്കും ജ്യൂസ് ഒഴിച്ച് സ്പ്രെഡ് ചെയ്തിട്ട് വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കാം.
സൈഡിൽ ജസ്റ്റ് ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് ഒരു അരമണിക്കൂർ തണുപ്പിച്ചെടുക്കാം. ഇനി ഒരു ഫ്ലവർ നോസിൽ വെച്ച് കേക്ക് ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇനി മുകളിൽ ഫ്ലവറിൻ്റെ ഷേപ്പിലൊന്ന് പൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നടുക്ക് ചെറുതായി ചോപ്പ് ചെയ്തെടുത്ത മാംഗോ പീസസ് ഇട്ട് കൊടുക്കാം. ഇനി ചോക്ലേറ്റ് ഗനാശ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. മാംഗോ പീസസിൻ്റെ മുകളിലേക്കും ഇതുപോലെ ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ റിച്ച് ആൻഡ് യമ്മി മാംഗോ ബ്രാവോ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും ബൈ.